ഇതിനു മാത്രം നീ ഇഷ്ടപ്പെടാൻ അമൃത എന്താ ലോകസുന്ദരിയാണോ? അതോ ദേവലോകത്ത് നിന്ന് കെട്ടിയിറക്കിയ അപ്സരസോ? എനിക്കറിയില്ല ചേച്ചി. അവളേക്കാൾ സുന്ദരികളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, കണ്ണിൽ പെടാത്തതുമല്ല. പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ കയറി കൂടിപ്പോയി അവൾ. മറക്കാൻ മാത്രം ചേച്ചിയോട് പറയരുത്, എന്നെ കൊണ്ട് കഴിയില്ല. മറക്കണമെന്നൊന്നും ഞാനും പറയുന്നില്ല. പക്ഷേ നീ അവളുമായിട്ട് ഒരടുപ്പം ഉണ്ടാക്കിയെടുക്കണം. അത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ അവളെ കെട്ടുന്നത് മാത്രമല്ല എന്റെ ലക്ഷ്യം. പഞ്ചരത്നത്തിന്റെ വളർച്ച എനിക്ക് സഹിക്കുന്നില്ല. തെണ്ടി തിരിഞ്ഞു നടക്കേണ്ട 5 എണ്ണവും ഇപ്പൊ കോടികളുടെ ആസ്തിയുള്ളവരാ. വീട്ടിലെ ഊണെന്നും പറഞ്ഞ് തുടങ്ങി വെച്ചതാ, ഇപ്പൊ അത് ഹോട്ടലായി. ചുറ്റുപാടുള്ള സ്ഥലമൊക്കെ അവര് വാങ്ങിച്ചു കൂട്ടി. ഒക്കെ അമൃതയുടെ കഴിവ് ചേച്ചി. അവളുടെ ചിറകിനടിയില മറ്റ് 4 പേര്. ആ ചിറകാണ് നമ്മൾ ഒടിച്ചു കളയേണ്ടത്. ഇനി പറക്കാതെ തളർന്നു കിടക്കണോ അവള്? അതിനുവേണ്ടിയാ നീ അവളെ കെട്ടിക്കൊണ്ടുവരേണ്ടത്. എന്റെ കയ്യിലോട്ട് അവളെ ഒന്ന് കെട്ടിക്കോട്ടെ, പിന്നെ ചേച്ചി തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ. ചേച്ചിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുവോള്. രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല മഹി, ശിക്ഷിക്കാൻ വേണ്ടിയാ നീ അവളെ കെട്ടിക്കൊണ്ടുവരേണ്ടത്. അമൃതയ്ക്കുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കിട്ടുന്ന താലിൽ ഒതുങ്ങണം ചേച്ചി. അതിൽ കൂടുതൽ അവളെ കഷ്ടപ്പെടുത്താൻ മനസ്സനുവദിക്കില്ല എനിക്ക്. നിന്നെ കരുതി മാത്രം അവളെ ഒരു പരിധിയിൽ കൂടുതൽ ഉപദ്രവിക്കില്ല ഞാൻ. പക്ഷേ അവളെ വരിഞ്ഞു മുറുക്കും ഞാൻ. അമൃതയെ വരുതിക്ക് നിർത്തിയാ പിന്നെ താനേ നശിച്ചോളും പഞ്ചരത്നം. അനിയത്തിമാരിൽ നിന്ന് അമൃതയെ ഒന്ന് അകറ്റി കിട്ടിയാൽ ആ സ്വത്ത് വകകളൊക്കെ ക്രമേണ നമുക്ക് പിടിച്ചെടുക്കാം. അധികാരവും അവകാശവും ചന്ദ്രനിലേക്ക് വന്നാ പിന്നെ കാര്യങ്ങള് എളുപ്പമാ. മൂക്കറ്റം കുടിപ്പിച്ചാ മതി, പിന്നെ വെളിവ് കെട്ട് പ്രമാണം എന്റെ പേരിലാക്കി തരും ചന്ദ്രൻ. അതിലേക്കുള്ള ഏക വഴി അമൃതയാണ്. അവളെ നമ്മൾ അനിയത്തിമാരിൽ നിന്ന് അകറ്റും. എന്നേക്കുമായി. അമൃതേ, മോളെ, കുറച്ച് ദിവസങ്ങളായി അപ്പച്ചി ഇങ്ങോട്ടൊന്ന് വരണോന്ന് വിചാരിക്കുക. ഓരോരോ തടസ്സങ്ങളാ. എന്തായാലും വരണമെന്നൊരു മനസ്സുണ്ടല്ലോ അപ്പച്ചിക്ക്, അത് മതി. വാ വാ മക്കളെ, സുഖമാണോടാ? സുഖം. നിങ്ങിതാ, എന്റെ 5 മക്കൾക്കുള്ള ഡ്രസ്സാ, ഓരോ ജോഡി. എന്തിനാ ഇതൊക്കെ വാങ്ങി കാശ് കളയുന്നെന്ന് ഞാൻ ചോദിക്കില്ല. ഇത് അപ്പച്ചിയുടെ സ്നേഹമാണെന്ന് എനിക്കറിയാം. ഇതൊന്നും തന്നാ പോരാ, ഞാൻ ഇതിലും കൂടുതൽ തരണം. എന്ത് ചെയ്യാനാ, ഓരോരോ തടസ്സങ്ങളല്ലേ. അപ്പച്ചി വാ. നീ എന്താ മിഴിച്ചു നോക്കുന്നേ? ഞാനേ ഹോട്ടലിന്റെ ഒരു ഔട്ട്ലുക്ക് നോക്കിയതാ. കുറച്ചും കൂടെ ഒക്കെ നന്നാക്കാം. ഒരു ആർക്കിടെക്ചറിന്റെ കുറവുണ്ട്. ആ, ഒരു കുറവുമില്ല. അഥവാ ഉണ്ടെങ്കിലും നിന്നെ വിളിക്കുന്നില്ല പോരെ. ഓ, ഒരു ആർക്കിടെക്ട് വന്നിരിക്കുന്നു. കേറിവേടാ, വാ.
അമ്മാവനെ ഇനി പ്രത്യേകം വിളിക്കണോ? ഞാൻ വന്നോളാം. ആ കേറി വാ. അപ്പച്ചിയോടൊന്നും പറയില്ല. പറയരുത്, ആ ഒരു പേടിയായിരുന്നു എനിക്ക്. രേണുകയുടെ മക്കള് വാക്ക് തെറ്റിക്കില്ല. അമ്മാവൻ സമാധാനത്തോടെ കേറി വാ. ഒരു കാര്യം ഓർത്തു വെക്കണമെന്ന് മാത്രം, ജയേഷ് അടക്കം 6 മക്കളാ അമ്മാവന്. ഒരു നോട്ടം കൊണ്ട് പോലും അതങ്ങനല്ലാതാവരുത്.